പ്രോൺസ് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുക. അത് പ്രത്യേകിച്ചും ഫ്രൈഡ് പ്രോൺസ് ബിരിയാണി ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറുതെ പ്രോൺസ് ഇടുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാൽ ബിരിയാണി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ബിരിയാണി നോക്കി വലിയ നരയൻ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ള പ്രോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഫ്ലേവറൊക്കെയുള്ള ബിരിയാണി തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒരു 15 മിനിറ്റോളം. എന്നിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് വെജിറ്റബിൾസ് മതി. പുതിനയിലയാണ്, അത് ഗാർഡനിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന് ഫ്രഷാണ് കേട്ടോ. പിന്നെ 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ബിരിയാണിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1-2 കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും കൂടി. ഇത് രണ്ടും കൂടി അരിഞ്ഞിട്ട് ഫിഷിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്കാണ് ഇടുന്നത്. പിന്നെ ഇതിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞുകൊണ്ട് വന്നു. കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തു. ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഫിഷ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് ബിരിയാണിക്ക് വേണ്ടി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ തലേദിവസം തന്നെ ഞാൻ വെച്ചിരുന്നു. 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക്, 2 ടീസ്പൂൺ മല്ലി, ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി തലേദിവസം വെക്കാൻ ചാൻസ് ഇല്ലാത്തവർക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് പുരട്ടി വെച്ചാൽ നന്നായിരിക്കും. ഇതുപോലെ നല്ല നന്നായിട്ട് അതിൽ മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കടായിൽ വെച്ചിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ സവാള വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അത് വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിൽ ആകെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ ഉള്ളി വറുത്തെടുക്കുന്നത്. ബാക്കി എല്ലാം വളരെ പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ കാഷ്യൂ വറുക്കാൻ എടുക്കുവാണ്. കാഷ്യൂ എടുത്ത് അതൊന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോൾ തന്നെ നമ്മുടെ മുന്തിരിങ്ങയും കൂടെ അതിലിട്ട് കൊടുത്താൽ മതി. ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് മുന്തിരിങ്ങ അതിലിട്ടതിന് ശേഷം അത് നെയ്യൊക്കെ കുടിച്ച് വീർത്ത് വരുമ്പോൾ ഉടനെ കോരിയെടുക്കണേ. അത് കരിയാനൊന്നും നിൽക്കണ്ട. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ആ പാനിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. വളരെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ, കാസ്റ്റ് പാത്രം ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെമ്മീനൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. ചെമ്മീൻ ഫുൾ ഫ്രൈ ചെയ്യേണ്ട, ഹാഫ് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് ഹാഫ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊരു മറ്റേ ബർണറിൽ മാറ്റി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ കടായിലേക്ക് വന്നു. ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി അത് വഴന്ന് വരുമ്പോഴത്തേക്കും സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് അത് വഴലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതിന് മുമ്പ് പച്ചമുളക് മറന്നു പോയതുകൊണ്ട് പച്ചമുളകും കൂടി ഇടുവാണ്. എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞിടാവുന്നതാണ്. ഇനി ഉപ്പും കൂടെ ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ഇടുവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഞാനിതിൻ്റെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റാനായിട്ട് അവിടെ വെച്ചു. അതിൻ്റെ ഇടയിൽ 2 തക്കാളി ഞാൻ അരിയാൻ പോയിട്ടുണ്ട്. ഒരു വലിയ തക്കാളി 2 എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞിട്ടിടുന്നതിന് പകരം ഞാനൊന്ന് പ്യൂരി ആക്കിയിട്ടാണ് ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഇട്ടു. ഇതാകുമ്പോൾ പെട്ടെന്ന് കറി ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് കുറച്ചൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വെള്ളം വറ്റിക്കാനായിട്ട് അവിടെ വെച്ചിട്ട് ഈ പ്രോൺസ് അപ്പോഴത്തേക്കും ഒരു സൈഡ് ഫ്രൈ ആയി, മറ്റേ സൈഡ് ഫ്രൈ ആക്കാനായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാസ്റ്റേൺ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഫ്രൈ ചെയ്ത് കിട്ടും. ഇനി ഇതിൽ ഒരു ഇത്തിരി ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഗ്രേവിയിലിട്ടിട്ട് ഗ്രേവി നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്നിരുന്നു. ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന സമയമായപ്പോഴാണ് ഞാൻ പ്രോൺസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആ പ്യൂരിയുടെ ബാക്കി മിക്സിയുടെ ജാറിലുണ്ടായിരുന്നതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചു. ഇനി ഈ വെള്ളത്തിൽ ഗ്രേവിയിലും കിടന്നിട്ട് നമ്മുടെ പ്രോൺസ് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം. വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടച്ചങ്ങ് വെക്കും. എന്നിട്ട് വേണം ഇതിൽ നമുക്ക് ബിരിയാണി റെഡിയാക്കാനായിട്ട്. അപ്പം 2 പ്രോസസ്സ് എപ്പോഴും ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തിട്ട് മറ്റേ ബർണറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ടൊന്നും എടുക്കുന്നില്ല, കാരണം 1 കപ്പ് റൈസ് അല്ലേ ഉള്ളൂ. അതിലേക്ക് അത് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഗരം മസാലകൾ ഇടുവാണ്. 2 ബേ ലീഫ്, 2 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 1 ജാതിപത്രി, പിന്നെ 2-3 ഗ്രാമ്പൂ, പിന്നെ വലിയ ഏലക്കായ 1 2 ചെറിയ ഏലക്കായ. ഇത്രയാണ്. ഏലക്കായൊക്കെ എപ്പോഴും ഞാൻ തോല് പൊളിച്ചാണ് ഇടുന്നത്. പിന്നെ സാജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലുള്ളവരിടാം, ഇല്ലാത്തവർ ഇടണം, നിർബന്ധമില്ല. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ഓയിലിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഞാനൊരു ഇത്തിരി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ഇടണ്ട, കാരണം ഓൾറെഡി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ.
ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ചോറിൻ്റെ അരി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി അതിലിട്ട് കൊടുക്കുക. 1 കപ്പ് അരിയാണിത്. ഇതൊന്ന് 1 മിനിറ്റ് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് വറുത്തതിന് ശേഷം അതിൽ 2 കപ്പ് വെള്ളം. ഇനി നിങ്ങളുടെ അരിക്ക് അതിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പോ 2.5 കപ്പോ ഒഴിക്കാവുന്നതാണ് കേട്ടോ. അരിയുടെ അനുസരിച്ചിരിക്കുക. അതെ, എൻ്റെ അരിക്ക് 2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് അതിൽ ഉപ്പിടും. ഇനി ഒരു അരമുറി നാരങ്ങ ഞാനതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ബട്ടറോ ൻ്റെ പീസോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനത് സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, നാരങ്ങയും. എന്നിട്ട് റൈസ് വേവിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുവാണേ. കണ്ടോ, അത് മീഡിയം ഫ്ലെയിം പെട്ടെന്ന് തന്നെ റൈസായി കിട്ടും. അപ്പോഴത്തേക്ക് എൻ്റെ ചെമ്മീൻ്റെ ഗ്രേവിയും വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2-3 ക്രഷ്ഡ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതങ്ങ് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് ആയിക്കോളും. അപ്പോഴത്തേക്ക് എൻ്റെ റൈസൊക്കെ ഇവിടെ ആവുന്നുണ്ട്. ഒരു 3/4 ഭാഗം റൈസ് ആയാൽ മതി കേട്ടോ. ഫുള്ള് റൈസൊന്നും ആവാനായിട്ട് നിൽക്കണ്ട. ഇത് ആയിക്കഴിഞ്ഞ് ഞാൻ ആ റൈസൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വാരിയിട്ടുണ്ടേ. വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇതിൽ ലെയേഴ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ലേയേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് പ്രോൺസിൻ്റെ മസാല ഇട്ടു, പിന്നെ റൈസ് ഇട്ടു, 3/4 ഭാഗം വെന്ത റൈസ് ഇട്ടു. പിന്നെ ആവശ്യമില്ലാത്ത മസാലകളൊക്കെ വേണമെങ്കിൽ നമുക്ക് പെറുക്കി കളയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇതെല്ലാം കടിക്കും. അപ്പം പറ്റാവുന്ന മസാലകൾ പെറുക്കി കളയാവുന്നതാണ്. നമ്മുടെ തക്കോലോ അല്ലെങ്കിൽ ഇതുപോലെ ബേ ലീഫൊക്കെ. ഇനി ഞാൻ വീണ്ടും പ്രോൺസ് ഇട്ടു, കാഷ്യൂനട്ട് ഇട്ടു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മല്ലിയില ഇട്ട് പുതിനയിലയും കൂടെ മിക്സാണ്. വളരെ കുറച്ചാണ് ഞാനത് ഇടുന്നുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ 1-2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും അല്ലെങ്കിൽ പിന്നെ റോസ് എസൻസും രണ്ടും കൂടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാമായിരുന്നു. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എസൻസാണ് ഇട്ടത്. പൈനാപ്പിൾ എസൻസ് ഒരു 2 ഡ്രോപ്സ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ റോസ് എസൻസ് ഇടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് വരാൻ പോണത്. അപ്പോൾ ഇങ്ങനെ 2-3 ലെയർ ആക്കിയിട്ട് ചെമ്മീൻ ഇടുക, അതിൻ്റെ പുറത്ത് മസാലകൾ ഇടുക, പിന്നെ റൈസ് ഇടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ലെയറിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഡെക്കറേഷനാണ്. നട്ട്സും മുന്തിരിങ്ങയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ടു. ഇപ്പോഴെല്ലാം ഞാൻ വളരെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടെ കുക്കാവുന്നുണ്ട്. കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കിയിട്ട് അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. ഇതിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫാക്കി ഇടുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ കൊതിയാവുന്നവരുണ്ടെങ്കിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ. താങ്ക്